PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കി പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ മറുപടി. അബ്ദുൾ വഹാബ് എംപിയുടെ ചോദ്യത്തിന് PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ സാധിക്കും എന്ന് പരോക്ഷ സൂചന നൽകി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ നഷ്ടമാവുക PM ശ്രീ പദ്ധതി പ്രകാരമുള്ള തുക മാത്രമാണ് എന്നും ഈ പദ്ധതി പ്രകാരം കേരളത്തിന് ₹1 പോലും നൽകിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ രേഖാമൂലം മറുപടി നൽകി. VD സതീശനും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനും നുണ പറയുകയാണ് എന്ന് തെളിഞ്ഞതായി ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. PM ശ്രീയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സഭയിൽ നൽകിയ മറുപടിയിലുള്ളത്. PM ശ്രീ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കരാറിൽ നിന്ന് അല്ലെങ്കിൽ MOUവിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് സാധിക്കില്ല എന്നാണ്. അങ്ങനെ ചെയ്താൽ മറ്റു പദ്ധതികൾക്ക് കൂടി ലഭിക്കേണ്ടുന്ന ആനുകൂല്യം ഇല്ലാതാകുമെന്ന ആശങ്കയായിരുന്നു സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല എന്നാണ് കേന്ദ്ര സർക്കാർ സഭയിൽ നൽകിയിരിക്കുന്ന മറുപടി. അതും അബ്ദുൾ വഹാബ് MPയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ സംസ്ഥാനത്തിന് നഷ്ടമാകുന്നത് PM ശ്രീ പദ്ധതി പ്രകാരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മാത്രമാണെന്ന് രേഖാമൂലം സഭയിൽ സർക്കാർ പറയുന്നത്. അബ്ദുൾ വഹാബ് MPയുടെ മറുപടി ലീഗിന്റെ ചെകിടത്തേറ്റ അടിയാണ് എന്നാണ് ജോൺ ബ്രിട്ടാസ് MP വിശേഷിപ്പിച്ചത്. ഈ MOയിൽ നിന്ന് പിൻവാങ്ങിയെന്നുള്ള വാക്ക് ഈ പറയുന്ന കേന്ദ്രമന്ത്രി ഉപയോഗിക്കണമെങ്കിൽ, അതായത് ജയന്ത് ചൗധരി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഇത് ഈ പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് മാത്രം ഇവരുടെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം കളവ് പറയുന്നത് കേരള സമൂഹത്തോട്? ഇതുപോലൊരു വഞ്ചന ഇവർ കാണിക്കാൻ കഴിയും. ഈ വിഷയത്തിൻ്റെ മുകളിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ വർഗീയ ചേരിതിരിവ് കൂടി സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ്. ഇവരെ വിശ്വസിച്ച് എങ്ങനെ കേരള ജനതയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? ഈ ഒരൊറ്റ കാര്യത്തിൽ ഇത്രത്തോളം കളവ് പറയുന്നുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ഇവർ എത്ര ടൺ കണക്കിന് കളവുകളായിരിക്കും പറയുക. VD സതീശൻ നിരന്തരം നുണ പറയുകയാണ് എന്നും VD സതീശന്റെ നുണരോഗം മന്ത്രിസഭയെ ആകെ ബാധിച്ചു എന്നും AA റഹീം MPയും പരിഹസിച്ചു. എന്തിനാണ് മുഖ്യമന്ത്രി കള്ളം പറയുന്നത്? മുൻ സർക്കാർ പണം വാങ്ങി എന്നാണ് പറഞ്ഞത്. LDF സർക്കാർ പണം വാങ്ങി, 99 കോടിയിലധികം വാങ്ങി എന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്. ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. അതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. RSS അജണ്ട നടപ്പാക്കാനാണ് CPM ശ്രമിക്കുന്നത്. സർക്കാരിൻ്റെ ഏകപക്ഷീയമായ തീരുമാനമാണ് ഇത്. ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ 2026 ഒക്ടോബർ മാസം 24 പറഞ്ഞതാണ്. ഇത് രണ്ടും ഒരു VD സതീശൻ തന്നെയല്ലേ? കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്തത് എന്ന് V ശിവദാസൻ MPയുടെ ചോദ്യത്തിനും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. നേരത്തെ ഇതേ വിഷയത്തിൽ ജബി മേത്തർക്ക് ലഭിച്ച മറുപടിയും സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളെ വെട്ടിലാക്കിയിരുന്നു. ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.